GT എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു എന്നറിയുന്നതിൽ നമുക്ക് വളരെ സന്തോഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേഴ്സണൽ മെസ്സേജ് വന്നിരുന്നു, നമ്മുടെ അസറ്റ്സിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് +1 +2 അല്ലെങ്കിൽ ഡിഗ്രി കൊമേഴ്സ് സ്റ്റുഡൻസിന് മാത്രമല്ല, സാധാരണക്കാർക്കും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് +1 +2 നമുക്കൊരു 6 മാർക്ക് വരെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. കൊമേഴ്സിന്, ഡിഗ്രിക്കും ഒക്കെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസറ്റ്സ്, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. അസറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആസ്തി എന്നാണ് അർത്ഥം. വാല്യൂ ഉള്ള എന്തിനേയും നമുക്ക് അസറ്റ് എന്ന് പറയാം. അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ്. ഓക്കെ. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഷെയർസും കമന്റും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ട്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ അസറ്റ്സ് ആർ തിങ്സ് ഓഫ് വാല്യൂ ഓൺഡ് നമ്മൾ പറഞ്ഞു. ഈ അസറ്റ്സിനെ നമുക്ക് 7 തിരിക്കാം. അതിലെ ഒന്നാമത്തത് ഫിക്സ്ഡ് അസറ്റ്, രണ്ടാമത്തത് കറണ്ട് അസറ്റ്, മൂന്നാമത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ്, നാലാമത്തത് ടാഞ്ചിബിൾ അസറ്റ്, അഞ്ചാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്, ആറാമത്തത് വേസ്റ്റിംഗ് അസറ്റ്സ്, ഏഴാമത്തത് ലിക്വിഡ് അസറ്റ്സ്. അപ്പൊ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, അസറ്റ്സിനെ 7 തിരിച്ചാലും ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അസറ്റ്സ് ഫിക്സ്ഡ് അസറ്റ്, കറണ്ട് അസറ്റ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അക്കൗണ്ടിങ് ഇതിൽ പറയുന്നത്. മറ്റത് ഉപയോഗിക്കുന്നില്ല എന്നല്ല, കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് രണ്ടുമാണ്. അപ്പൊ ഇത് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ് ഫിക്സ്ഡ് അസറ്റ്? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ബേസിൽ നമുക്ക് ആവശ്യമുള്ള അസറ്റിനെയാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു സ്ഥാപനം, ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മെഷീൻ വാങ്ങിച്ചു. ആ മെഷീൻ നമുക്ക് ലോങ് ടൈമിൽ ആവശ്യമുള്ളതാണ്. ഓക്കെ. അതുപോലെ ആ മെഷീൻ പ്രൊഡക്ഷൻ സഹായിക്കും. ഫർണിച്ചർ വാങ്ങിച്ചു, അതൊക്കെ നമുക്ക് ലോങ് ടൈമിൽ ആവശ്യമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയാം. അസറ്റ് ഹെൽഡ് ഓൺ ലോങ് ടൈം ബേസിസ്. അതുപോലെ തന്നെ ബിസിനസിന്റെ നോർമൽ ഓപ്പറേഷൻസിന് ഉപയോഗിക്കുന്നതാണ് ഇത് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഫിക്സ്ഡ് അസറ്റ് ആണ്. ഓക്കെ. ബിൽഡിംഗ് ഫിക്സ്ഡ് അസറ്റ് ആണ്. കാരണം നമ്മളൊരു വ്യവസായത്തിന്, സംരംഭത്തിന് വേണ്ടിയിട്ട് ലാൻഡ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ ലോങ് ടൈം ബേസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഷീനറി ഫിക്സ്ഡ് അസറ്റ് ആണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വ്യവസായ സംരംഭമാണെങ്കിൽ അതിന്റെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ ആ വ്യവസായശാല, അത് അതിന്റെ ഫിക്സ്ഡ് അസറ്റ് ആണ്. ഫർണിച്ചർ ഫിക്സ്ഡ് അസറ്റ് ആണ്. ഇനി കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് ടൈം ബേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് ടൈം ബേസിൽ ഇതിന് ഫ്ലോട്ടിംഗ് അസറ്റ്സ് എന്ന് നമ്മൾ പറയും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ, ഡെപ്റ്റർ നമ്മുടെ ഷോർട്ട് ടൈം അസറ്റ് ആണ്, അതായത് കറണ്ട് അസറ്റ് ആണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആള്. ഓക്കെ. അതുപോലെ തന്നെ സ്റ്റോക്ക്, നമ്മളൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, ആ സ്റ്റോക്ക് വിറ്റിട്ടാണ് നമുക്ക് പണം കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ്. അതുപോലെ ബിൽസ് റിസീവബിൾ, നമുക്ക് പൈസ ഇങ്ങോട്ട് നമുക്ക് കിട്ടാനുള്ള ബിൽസ്, നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ബില്ലിന് ആനുപാതികമായിട്ട് നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് ബിൽസ് റിസീവബിൾ കറണ്ട് അസറ്റിൽ പെടും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ്. ഓക്കെ. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കറണ്ട് അസറ്റ് ആണ്. ക്യാഷ് അറ്റ് ബാങ്കിലുള്ള ക്യാഷും കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ കൂടുതൽ ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് കറണ്ട് അസറ്റ് വരെ. അതിൽ നമുക്ക് എന്താണ് ഷോർട്ട് ടൈം ഓപ്പറേഷൻസിന് നമുക്ക് ഉപയോഗിക്കുന്ന അസറ്റ്സിനെയാണ് കറണ്ട് അസറ്റ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന്റെ ഫിക്റ്റീഷ്യസ് അസറ്റും ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും വേസ്റ്റിംഗ് അസറ്റും ലിക്വിഡ് അസറ്റാണ് ജസ്റ്റ് എന്താണെന്ന് നമ്മളൊന്ന് പറഞ്ഞു പോകുന്നു. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോ കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഫിസിക്കൽ ഫോം ഇല്ലാത്ത അസറ്റ്സിനെയാണ് നമ്മൾ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയാം. ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ് ടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അസറ്റ്സ് നിലവിലുണ്ട് പക്ഷെ നമുക്ക് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അല്ല, വേസ്റ്റിംഗ് അസറ്റ്സ് ഉണ്ട്, ലിക്വിഡ് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ആ വാക്കുകളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമന്റ് ചെയ്യുക. അതുപോലെ മറ്റ് അസറ്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കമന്റ് ഇട്ടാൽ മാത്രമേ ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടുള്ളൂ. ഒരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.